ടി.കെ. മഹാദേവൻ എന്ന കഥാപാത്രം തീർച്ചയായും ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ചാലഞ്ചിങ് ആയ റോളുകളിൽ ഒന്ന് തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിലുള്ള ഈഗോ ഉള്ള ഒരു നടനെയാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത്. പോരാത്തതിന് ആ ഒരു കാലഘട്ടത്തിലെ ആക്ടിംഗ് സ്റ്റൈലിനെയും സ്ക്രീനിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തന്റെ ഗുരുനാഥനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് മഹാദേവൻ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കാഴ്ചവെക്കുന്ന സീന് യാതൊരു പശ്ചാത്തല സംഗീതത്തിന്റെയും സഹായമില്ലാതെ മികച്ച രീതിയിൽ ദുൽഖർ സൽമാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. സമുദ്രകനി എന്ന നടന്റെ കഴിവിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു റോളാണ് അയ്യ എന്ന് ഞാൻ പറയില്ല. കാസ്റ്റിംഗ് കറക്റ്റായാൽ തന്നെ പകുതിപ്പണി തീർന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായിട്ടാണ് ആ ഒരു സെലക്ഷനെ തോന്നിയത്. ഭാഗ്യശ്രീ അവതരിപ്പിക്കുന്ന കുമാരി എന്ന കഥാപാത്രം ചുമ്മാ ഒരു ഗ്ലാമർ റോൾ അല്ല. ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ഒരു ഡ്രാമ ബിൽഡ് ചെയ്യുന്നതിൽ ആ ഒരു കഥാപാത്രത്തിന് കാര്യമായൊരു പങ്കുണ്ട്. ഡബ്ബിങ്ങിന്റെ സഹായത്തോടെ അത് മികച്ച രീതിയിൽ ചെയ്യാൻ ഭാഗ്യശ്രീക്ക് സാധിക്കുന്നുണ്ട്. ഈ പടത്തിലെ ഏറ്റവും ഫൺ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് റാണ ദഗുബട്ടിയാണ്. ഹെർക്യൂൽ പോയ്റോട്ട് എന്ന കഥാപാത്രത്തിന്റെ ഒരു അനുസരണയില്ലാത്ത വെർഷൻ എന്ന് വേണമെങ്കിൽ ഫീനിക്സിനെ പറയാം. യാതൊരു കൂസലും ഇല്ലാതെ ഏത് വിധേനയും കേസ് തെളിയിക്കുമെന്ന അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പടത്തിന് ആ ഒരു പ്രത്യേക എനർജി കൊടുക്കുന്നുണ്ട്. റാണ നല്ല രീതിയിൽ ആസ്വദിച്ച് പെർഫോം ചെയ്യുന്നത് പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും.